ദി പെൻഗ്വിൻ ഡയറക്റ്റഡ് ബൈ ക്രൈഗ് സുബേൽ. സീരീസിന്റെ ആകെ ഒരു എപ്പിസോഡ് മാത്രമേ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു എപ്പിസോഡ് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടില സാധനം. അത് ഒരു ശരിക്കും ഒരു വേൾഡ് ബിൽഡിംഗ് പോലെയാണ് ഒരു സീരീസിന്റെ പോക്ക്. പക്ഷെ എനിക്ക് പൊതുവെ വേൾഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലാഗും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവെ പറ്റില്ല. പക്ഷെ ഇത് കാണാൻ, ഇത് ബാറ്റ്മാൻ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ പെൻഗ്വിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അപ്പോൾ പെൻഗ്വിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണ് അത്രയും വലിയൊരു കിങ് പിൻ ആവണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഔട്ട്ലോ ആവണത് അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് ഈ ഒരു ക്യാരക്ടർ. കാരണം അങ്ങനെ ഒരു വലിയൊരു കിങ് പിൻ ആയതിനു ശേഷമാണ് ബാറ്റ്മാൻ സിനിമയ്ക്ക് വരുമ്പോൾ അങ്ങനെ വലിയൊരു കിങ് പിൻ ആണ്. പക്ഷെ അതിന്റെ ഒറിജിന് എങ്ങനെയാണ്, അതിന്റെ ബാക്കിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള ഒരു കഥ പറച്ചിലാണ് ഈ ഒരു വെബ് സീരീസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് മേലെ ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷെ നല്ല സാധനം, എനിക്ക് എവിടെയും ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര കിങ് പിൻ ഔട്ട്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആക്ഷൻ സാധനങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ പോകരുത്. അങ്ങനെ ഇതിൽ ഒരൊറ്റ ആക്ഷൻ സീക്വൻസ് ഇതിലില്ല. ഓക്കെ, ഇതിൽ ആകെ ഒരു എന്താ ചേസിങ് എന്തോ ഉണ്ട് ഒരു. പക്ഷെ അതൊന്നും അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല ഇത് എടുത്തിട്ടുള്ളത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് വെബ് സീരീസ് പോണത്. ഓക്കെ, ഞാൻ പറയല്ല അത് ഇങ്ങനെ ഒരു വൗ ഫാക്ടറോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂസ് ബംസോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ സാധനം എന്തുണ്ടൊക്കെയോ ഭയങ്കര എൻഗേജിങ് ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻ പ്ലേ, ഇതിന്റെ എഡിറ്റിങ്ങും, ഇതിന്റെ കളർ ഗ്രേഡിങ്ങും. ഡി സി ആണല്ലോ ഇത് ഡി സി ആണല്ലോ, മാർവൽ എന്നാ പറയാൻ പോകുന്നത്. ഡി സി ആണല്ലോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെ ആ ഒരു ക്വാളിറ്റി മേക്കിംഗ് ഉണ്ട്. ഡി സി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാറ്റ്മാൻ്റെ ഇതിന് മുന്നൊക്കെ ഇറങ്ങിയ 3 മണിക്കൂറൊക്കെ സിനിമ ഉണ്ടായിരുന്നു. റോബർട്ട് പാറ്റിൻസൺ ഒക്കെ ബാറ്റ്മാൻ ആയി വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ആ സിനിമ 3 മണിക്കൂറായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് ബോറടിക്കുന്നില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് തീരെ ബോറടിക്കാതെയാണ് സാധനം ഇങ്ങനെ മുന്നേക്ക് പോകുന്നത്. സ്ക്രിപ്റ്റ് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക, എല്ലാം തന്നെ കുറെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിൽ വലിച്ചു വാരിയിടുക, ഒന്നുമില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എന്ത് സ്പീഡാണോ ഈ ഒരു വെബ് സീരീസ് ആവശ്യപ്പെടുന്നത്, അതായത് ഒരു സ്ക്രിപ്റ്റിൽ എത്ര സ്പീഡാണ് വേണ്ടത് അത് ആ കറക്റ്റ് പേസിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്ലോ പേസ് ആയിട്ട് തോന്നും, ചിലർക്ക് ഭയങ്കര സ്പീഡായിട്ട് തോന്നും. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഭയങ്കര സ്പീഡിലല്ല, ഭയങ്കര മെല്ലല്ല പോകുന്നത്. ആ സ്ക്രിപ്റ്റിന് എന്താണ് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പീഡിലാണ് സിനിമ പോകുന്നത്. ഭീകര സ്ക്രീൻ പ്ലേ ആണ് ഒരു സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാ. ബാക്കി എന്താണെന്നല്ല നമുക്ക് ഇറങ്ങി കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഭയങ്കര ഒരു സ്ക്രിപ്റ്റിംഗ് ഡെവലപ്പ്. അപ്പൊ ഇതിൽ ഈ പെൻഗ്വിന്റെ ഒപ്പം ഒരു ചെക്കന് വരുന്നുണ്ട്. ആ ചെക്കന് എനിക്ക് മറ്റേ പെൻഗ്വിന്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നതിന് ശേഷം നല്ല രസമാണ് ഈ സീരീസ്. പക്ഷെ അതുവരെ കുറച്ചൊന്ന് ഇങ്ങനെയാണ് പോണത്. പക്ഷെ അതാണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസത്തിലാണ് ഈ സാധനം പോണത്. ഇതിന്റെ പെർഫോമൻസ് ഒക്കെ കിഡിലനാണ്. ഇതിലെ ഒരു പ്രത്യേകിച്ച് ഒരു ന്യൂ ക്യാരക്ടർ എന്ന് പറയുന്ന ചെക്കനാണ് വരുന്നത്. ആ ചെക്കന് ഇതിൽ നൈസായിട്ട് ആ സാധനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പേടിച്ചോണ്ട് ഒരു കാറിൽ പെൻഗ്വിന്റെ ഒപ്പം ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണൊക്കെ ഒരു സംഭവമാണ്. ആ സമയത്തുള്ള സൗണ്ട് മോഡുലേഷൻ, ഇതാരുടെ ചെക്കൻക്ക് ആരെ ഡബ് ചെയ്തിരിക്കണമെന്ന് അറിയില്ല. പക്ഷെ ചെക്കനെ ആണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് മോഡുലേഷൻ ഒക്കെ കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് അങ്ങനെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഈ ഒരു സീരീസിൽ എനിക്കൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നല്ലൊരു സ്റ്റാർട്ടിങ് ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ DOP, സിനിമാറ്റോഗ്രാഫി, ഇതിന്റെ വിഷ്വൽസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ടിപ്പിക്കൽ DC സാധനമാണ്. ഒരു കറുപ്പ് ഒരു ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ കാണും, ഇരുട്ടത്തിരുന്ന് കാണണം, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഭയങ്കര നല്ല നൈസായിട്ട് ഓരോ സംഭവങ്ങൾ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ പെൻഗ്വിൻ ഉണ്ടല്ലോ, പെൻഗ്വിനെ ഇതിൽ ഒരു കൂട്ടർ പിടിക്കും. ആരാന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് ആ പെൻഗ്വിനെ പിടിക്കുന്ന സമയത്ത് ഒരു കുറച്ചൊരു സമയം കഴിഞ്ഞിട്ട് പെൻഗ്വിനെ ചിരിക്കുന്ന സമയത്ത് ഒരു ക്ലോസപ്പ് ഷോട്ട് ഒക്കെ ഉണ്ട്. അത് ആ സമയത്ത് തരുന്നൊക്കെ ഒരു വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ബാറ്റ്മാൻ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പെൻഗ്വിൻ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ക്യാരക്ടറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ് സീരീസ് ഡെഫിനറ്റ്ലി കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ, 1 മണിക്കൂറിന് മേലെ ഉണ്ട് അത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. സോഫാർ ഓക്കെ, അത് ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കി എന്തൊക്കെ എന്നുള്ളത് നമുക്കറിയില്ല. DCക്കും മാർവലിനൊക്കെ ഒരു അവസാനം വെച്ച ഒരു കളി വരുന്നില്ല, അത് ഇതിൽ വരുമെന്നുള്ള അറിയില്ല. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കിടിലം വെബ് സീരീസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഈ ഒരു വെബ് സീരീസിനുണ്ട്. അപ്പോൾ നിങ്ങൾ വെബ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഓഫ്.